ഹായ് ഫ്രണ്ട്സ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളെ ശക്തമായി തന്നെ ശിക്ഷിക്കുവാൻ ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ഏതാണ്ട് അനിവാര്യമായി തീർന്നിരിക്കുന്നു. അത് ഏത് വിധത്തിലുള്ള സൈനിക നടപടിയാണ് എന്നുള്ളതേ ഇനി അറിയാനുള്ളൂ. ഒരുപക്ഷെ ആക്രമണം നടത്തിയ തീവ്രവാദികളെ പിടിച്ചതിന് ശേഷമായിരിക്കണം പൂർണ്ണമായ സൈനിക നടപടിയിലേക്ക് കടക്കുന്നത്. പ്രതിരോധിക്കാൻ പാകിസ്ഥാനും തയ്യാർ. ഏതാണെങ്കിലും അനിവാര്യമായ ഒരു യുദ്ധത്തിനായി ഏവരും കാത്തിരിക്കുകയാണ്. BJP എന്ന പാർട്ടിയോട് ആശയപരമായും അല്ലാതെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഗവൺമെന്റാണ്. പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയും. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ അംഗീകരിക്കുക, കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏവർക്കും കരണീയമായിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുന്നത് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നിലപാടുകളാണ്, അഥവാ നിലപാട് രാഹിത്യമാണ്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ പറയുന്നു യുദ്ധം ആവശ്യമില്ല, അനിവാര്യമാണെങ്കിൽ ചെയ്യാവുള്ളൂ, എന്തൊക്കെയോ പറയുന്നു. ഒന്നാമതായി തന്നെ ശ്രീ സിദ്ധാരാമയ്യയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയാണ്, സംസ്ഥാന മുഖ്യമന്ത്രി മാത്രമാണ്. രാജ്യസുരക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മാത്രം അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്. സൈഫുദ്ദീൻ സോസ് മുൻ മന്ത്രി, കേന്ദ്രമന്ത്രി, അദ്ദേഹം എന്താ പറഞ്ഞത് അങ്ങനെ തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. വാളെടുക്കുന്നവല്ലേ വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയവും. ഒരു ഏകാഭിപ്രായം ഇല്ല, അഥവാ ഒരു ഏകാഭിപ്രായം രൂപീകരിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര നേതൃത്വം ഏതായാലും വ്യക്തമായി കഴിഞ്ഞു, ഇതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് പാർട്ടി കേന്ദ്ര ഗവൺമെന്റിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ശക്തമായൊരു നേതാവ് കോൺഗ്രസ് ഉണ്ടായിട്ടില്ല. രാജീവ് ഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ഒക്കെ. മൻമോഹൻ സിംഗ് അറിയപ്പെടുന്നത് വീക്കസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ്. കാരണം എന്താ, കാർഗിൽ യുദ്ധത്തിന് ശേഷം ഒരു സൈനിക നടപടി അനിവാര്യമായിരുന്നു, പക്ഷെ തയ്യാറായില്ല. അങ്ങനെ പല കാര്യങ്ങളിലും, ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അഥവാ ഇത്തരം ദേശീയ കാര്യങ്ങളിൽ ഒരു ഏകാഭിപ്രായം രൂപീകരിക്കാൻ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടി കഴിയുന്നില്ല എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരം തന്നെ. എന്തൊക്കെയാണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തിനായി നമുക്ക് കാത്തിരിക്കാം.